എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ നേരിട്ട് ഹൃദയഭേദകവും നാണം കെട്ടതുമായ പരാജയത്തിനു ശേഷം IPL 2026ന്റെ ആവേശകരമായ വേദിയിൽ നിന്നും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പൂർണ്ണമായും പുറത്താകലിന്റെ വക്കിൽ നിൽക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ക്രിക്കറ്റ് ലോകം ഇപ്പോൾ കാണുന്നത്. തുടർച്ചയായ 6ാം തോൽവിയുടെ ഭാരത്താൽ തളർന്ന കൊൽക്കത്തൻ പടയുടെ നായകനായ അജിങ്ക്യ രഹാനെയുടെ കണ്ണുകളിലെ നിസ്സഹായതയും വേദനയും ഏവരുടെയും ഹൃദയം പിളർക്കുന്നതായിരുന്നു. മത്സരം ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വല്ലാതെ ഇടറിയ ശബ്ദത്തിൽ തികച്ചും വികാരധീനനായി ശുഭ്മാൻ ഗില്ലിനെയും റിങ്കു സിംഗിനെയും കുറിച്ച് അദ്ദേഹം പങ്കുവച്ച വാക്കുകൾ ഓരോ ആരാധകനെയും ആഴത്തിൽ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. IPL 2026ൽ കൊൽക്കത്തയുടെ കഥ കഴിക്കാൻ ബാക്കി എല്ലാ ടീമുകളും പടവാളേന്തി കാത്തുനിൽക്കുകയാണെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഈ 25ാം പോരാട്ടത്തിൽ എങ്ങനെയെങ്കിലും ഒരു വിജയം സ്വന്തമാക്കി ടൂർണമെന്റിലേക്ക് തിരിച്ചുവരാമെന്ന വലിയ സ്വപ്നത്തോടെയാണ് KKR കളത്തിലിറങ്ങിയത്. എന്നാൽ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് അവരുടെ തുടക്കം തന്നെ വലിയ തകർച്ചയോടെയായിരുന്നു. സ്കോർ ബോർഡിൽ വെറും 32 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടയിൽ തന്നെ കൊൽക്കത്തയുടെ വിലപ്പെട്ട 3 മുൻനിര വിക്കറ്റുകൾ നിലംപൊത്തി. ഒരു വേള സ്കോർ 100 പോലും കടക്കില്ല എന്ന ഉറപ്പിച്ച നിമിഷത്തിലാണ് ഒരു രക്ഷകന്റെ പരിവേഷത്തോടെ കാമറൂൺ ഗ്രീൻ ക്രീസിൽ അവതരിക്കുന്നത്. തകർന്നടിഞ്ഞ ഇന്നിംഗ്സിന് തന്റെ ചോരയും നീരും നൽകി ഗ്രീൻ പൊരുതി നേടിയ 79 റൺസിന്റെ ഏക കരുത്തിലാണ് 10 വിക്കറ്റുകളും നഷ്ടപ്പെടുത്തിയാണെങ്കിലും കൊൽക്കത്ത 180 റൺസ് എന്ന പൊരുതാവുന്ന സ്കോറിലേക്കെങ്കിലും എത്തിയത്. ഗ്രീനിന്റെ ആ പോരാട്ടവീര്യമില്ലായിരുന്നുവെങ്കിൽ കൊൽക്കത്തയുടെ അവസ്ഥ ഇതിലും പരിതാപകരമാകുമായിരുന്നു. എന്നാൽ 181 റൺസ് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസിനു വേണ്ടി സായി സുദർശനും നായകൻ ശുഭ്മാൻ ഗില്ലും ചേർന്ന് കൊൽക്കത്തയുടെ അവസാനത്തെ പ്രതീക്ഷകളും എരുതിയിൽ എറിഞ്ഞു. പവർ പ്ലേ ഓവറുകളുടെ ആനുകൂല്യം പൂർണ്ണമായും മുതലാക്കി കൊൽക്കത്തൻ ബോളർമാരെ നിഷ്കരുണം പ്രഹരിച്ച ഗില്ലും സുദർശനും ചേർന്ന് വളരെ അനായാസം 50 റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പടുത്തുയർത്തിയപ്പോൾ തന്നെ മത്സരം കൊൽക്കത്തയുടെ കൈവിട്ടുപോയെന്ന് സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ഓരോ കാണിക്കും ഉറപ്പായിരുന്നു. ഈ കൊടും പരാജയം കൊൽക്കത്തയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം തുടർച്ചയായ ഈ 6ാമത്തെ തോൽവിയോടെ ഈ വർഷത്തെ അവരുടെ IPL യാത്രയുടെ അവസാനത്തെ അധ്യായവും ഏതാണ്ട് എഴുതപ്പെട്ടു കഴിഞ്ഞു. എന്നിരുന്നാലും മത്സരം ശേഷം നായകൻ അജിങ്ക്യ രഹാനെ പറഞ്ഞ വാക്കുകൾ കേട്ട് ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും കണ്ണുകൾ ഈറനണിഞ്ഞുപോയി. തികഞ്ഞ വേദനയോടെ അദ്ദേഹം പറഞ്ഞു, ഈ ടൂർണമെന്റിലെ ഞങ്ങളുടെ ആദ്യ വിജയം ഉറപ്പാക്കാൻ സാധ്യമായ എല്ലാ വഴികളും ഞങ്ങൾ പരീക്ഷിച്ചു നോക്കി. അതിനായി കഠിനമായി പരിശ്രമിച്ചു. പക്ഷേ എതിരാളികൾ ഞങ്ങൾക്ക് സ്വതന്ത്രമായി കളിക്കാൻ ഒരു ചെറിയ പഴുവ് പോലും നൽകുന്നില്ല. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്തിനെതിരെ 180-190 റൺസ് നേടിയാൽ ഞങ്ങൾക്ക് അനായാസം വിജയിക്കാനാകുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ ഞങ്ങളുടെ ബോളിംഗ് നിരയിലാണ് ഏറ്റവും വലിയ പിഴവുള്ളതെന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായി മനസ്സിലാകുന്നു. എതിർ ടീമിലെ ബാറ്റർമാരെ പുറത്താക്കാൻ ഞങ്ങൾക്ക് ഒരു രീതിയിലും കഴിയുന്നില്ല. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്താൻ കഴിയാത്തത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ പരാജയങ്ങൾക്കും പ്രധാന കാരണം. യാതൊരു സംശയവുമില്ലാതെ പറയട്ടെ, ഇന്നത്തെ ഈ ഹീനമായ തോൽവിയുടെ മുഴുവൻ ക്രെഡിറ്റും ഞങ്ങളുടെ ബോളർമാർക്ക് തന്നെയാണ് ഞാൻ നൽകുന്നത്. സ്വന്തം ടീമിന്റെ കടുത്ത പുറായ്മകൾ യാതൊരു മറയുമില്ലാതെ തുറന്നു പറഞ്ഞതിനൊപ്പം എതിർ ടീം ക്യാപ്റ്റനെ പ്രശംസിക്കാനും ആ വലിയ മനുഷ്യൻ മറന്നില്ല. ശുഭ്മാൻ ഗിൽ വളരെ മികച്ച രീതിയിലാണ് തന്റെ ടീമിനെ നയിക്കുന്നത്. ഒരു ബാറ്റർ എന്ന നിലയിലും നായകൻ എന്ന നിലയിലും അദ്ദേഹത്തിന്റെ പ്രകടനം അതിഗംഭീരമാണ്. വരും കാലത്ത് അവൻ ലോകം കണ്ട ഏറ്റവും മികച്ച ഇതിഹാസ താരങ്ങളിൽ ഒരാളായി മാറുമെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. തികഞ്ഞ കായിക സ്പിരിറ്റോടെയുള്ള ഈ വാക്കുകളിലൂടെ കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ഹൃദയമാണ് രഹാനെ നിമിഷനേരം കൊണ്ട് കീഴടക്കിയത്. എന്നാൽ ഇതിനൊപ്പം കൊൽക്കത്ത ആരാധകരുടെ നെഞ്ചിൽ തീ കോരിയിടുന്ന മറ്റൊരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ വിശ്വസ്തനായ ഫിനിഷർ റിങ്കു സിംഗിന്റെ മോശം ഫോം ഇപ്പോൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയായി സങ്കടമായി മാറിയിരിക്കുന്നു, അദ്ദേഹം തുറന്നു പറഞ്ഞു. എന്തായാലും ഈ വികാരമായ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം അജിങ്ക്യ രഹാനെയുടെ വാക്കുകളോട് നിങ്ങളും പൂർണ്ണമായി യോജിക്കുന്നുണ്ടോ, അതോ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തണമായിരുന്നോ എന്ന് തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളിലൂടെ പങ്കുവയ്ക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.